സ്വർഗീയ വൃന്ദങ്ങളാണി ചേർന്നു പാടും പരിശുദ്ധ കീർത്തനം ഭൂവിലെന്നും ആലപിച്ചിടാം ആരാധനയേകാൻ ഒരു ഗണം കന്യകൾക്കു രൂപമേകി കുര്യാളശ്ശേരിൽ മാർത്തോമാമെത്ര. ഈശോയുടെ ദിവികാന്യ ഹൃദയത്തിന് സ്തുതി. നന്മതിന്മകൾ തിരിച്ചറിയാൻ തുടങ്ങിയ കാലം മുതൽ വിശുദ്ധമായ ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു ധന്യൻ മാർ തോമസ് കുര്യാളശ്ശേരി പിതാവ്. പിതാവിനോടൊപ്പം ജീവിച്ചിട്ടുള്ളവർ ഒരേ സ്വരത്തിൽ സാക്ഷ്യപ്പെടുത്തുന്ന വസ്തുതയാണ് പിതാവ് ഒരു വിശുദ്ധനായിരുന്നു എന്നത്. പിതാവിൻ്റെ പ്രാർത്ഥനകളും കത്തുകൾ, ഡയറി, ജീവിതകാലത്തും മരണശേഷവും അദ്ദേഹത്തെക്കുറിച്ചുള്ള കത്തുകൾ എന്നിവയെല്ലാം ചെറുപ്പം മുതൽ പിതാവ് സുഹൃത ജീവിതം നയിച്ചിരുന്നു എന്നതിന് ഉത്തമ ദൃഷ്ടാന്തങ്ങളാണ്. മുതിർന്നവരെ ആദരിക്കുന്നതിലും അവരുടെ ആവശ്യം കണ്ടറിഞ്ഞ് സഹായിക്കുന്നതിലും വന്യപിതാവ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. മനുഷ്യനെ മനുഷ്യനായി കണ്ട മഹായോഗി ധന്യൻ മാർ തോമസ് കുര്യാളശ്ശേരി. അത്ഭുതങ്ങളിൽ അത്ഭുതമെന്ന് പറയാൻ തക്കവിധം അസാധാരണത്വം നിഴലിച്ചിരുന്ന ഒരു ജീവിതമായിരുന്നില്ല പിതാവിൻ്റേത്. മറിച്ച് നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നാത്ത, ചെറിയവർക്കായി ദൈവശുശ്രൂഷ ചെയ്ത ഒരു എളിയ ദാസൻ. ക്രിസ്തുവിൽ നവീകൃതമായ ഒരു പുതിയ ദൈവജനത്തെ സ്വപ്നം കണ്ട പിതാവിന് ജാതിയും മതവും കുലവും നിറവും മഹിമയും അതിർവരമ്പുകളായിരുന്നില്ല. സ്നേഹത്തിൻ്റെ പ്രമാണം മനഃപ്പാഠമാക്കി ജീവിതത്തിൽ അതിന് പ്രായോഗികത വരുത്തിയ പിതാവിനെ മനുഷ്യസ്നേഹി എന്നും ദൈവസ്നേഹി എന്നും വിളിക്കുന്നതിൽ തെറ്റില്ല. വിശുദ്ധ യോഹന്നാൻ പറയുന്നു, മനുഷ്യനെ സ്നേഹിക്കുന്നവൻ ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവൻ മനുഷ്യനെ സ്നേഹിക്കുന്നു. ഈ സ്നേഹം പ്രകടമാക്കുന്ന മാർഗം കാരുണ്യപ്രവൃത്തികളാണ്. ദാനമായി ലഭിച്ചവ ദാനമായി കൊടുക്കുന്നു എന്ന താഴ്മയുടെ ഭാവം തന്നിൽ നിറച്ചുകൊണ്ട് സന്തോഷത്തോടെ എന്നും ദാനം ചെയ്യുകയും പിറുപിറുപ്പ് കൂടാതെ ത്യാഗം ഏറ്റെടുക്കുകയും ചെയ്ത പിതാവിൻ്റെ മാതൃക നമുക്ക് പ്രചോദനമാകട്ടെ. ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്രമായ വിശുദ്ധ കുർബാനയുടെ ആധ്യാത്മിക സ്വാംശീകരിച്ച ധന്യൻ മാർ തോമസ് കുര്യാളശ്ശേരി സാധാരണക്കാരായ വ്യക്തികളുടെ സുഖദുഃഖങ്ങളെ തൻ്റേതായി കണ്ട് അവരുമായി താതാത്മ്യം പ്രാപിക്കുന്നതിൽ സംതൃപ്തി അടഞ്ഞിരുന്നു. എനിക്ക് ചെയ്യാൻ പാടുള്ളതൊക്കെയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും എന്ന് ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞ വാക്കുകൾ മരണാനന്തരവും തുടരുന്നു എന്ന് പിതാവിൻ്റെ മാധ്യസ്ഥം മൂലം ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ വ്യക്തമാക്കുന്നു. ദൈവത്തിൻ്റെ പിതൃത്വത്തിലും മനുഷ്യൻ്റെ സാഹോദര്യത്തിലും അചഞ്ചലമായി വിശ്വസിക്കുകയും വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും ആ വിശ്വാസം സാക്ഷാത്കരിക്കുകയും ചെയ്ത് പിതാവായ ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ പങ്കുചേർന്ന ശ്രേഷ്ഠ പുരോഹിതനാണ് നമ്മുടെ പിതാവ്. ഒരു ചെടിയുടെ വേര് എത്ര ആഴത്തിൽ പോകുന്നുവോ അത്രയും ശക്തിയോടുകൂടെ അത് മുകളിലേക്ക് വളരുന്നു. പിതാവിൻ്റെ അഗാധമായ ദിവ്യകാരുണ്യ ഭക്തിയുടെ തെളിവാണ് നമ്മുടെ സന്യാസ സമൂഹം. തൻ്റെ നന്മ നിറഞ്ഞ ജീവിതത്തിലൂടെ പിതാവ് പുറപ്പെടുവിച്ച ഫലങ്ങളും നവോത്ഥാന പ്രവൃത്തികളും ഇന്ന് നമ്മളിലൂടെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാതൃകയും വിശുദ്ധിയുടെ നിറകുടവും വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതവുമായ ആധ്യാത്മികതയുടെ പ്രേക്ഷിതനായ ധന്യൻ മാർ തോമസ് കുര്യാളശ്ശേരി പിതാവ് എത്രയും പെട്ടെന്ന് വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുന്നതിനായുള്ള ദൈവാനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധൻ പരിശുദ്ധൻ അനവരതം പാടുന്നു മാലാഖമാരോടൊപ്പം. പരിശുദ്ധൻ പരിശുദ്ധൻ അനവരതം പാടുന്നു